ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു. ഇതിപ്പോ തിരുവനന്തപുരത്താണോ, എറണാകുളത്താണോ, തൃശ്ശൂർ എയർപോർട്ടിലാണോ, ആർക്കറിയാം. തൃശ്ശൂരിൽ എയർപോർട്ടില്ല, ചാലക്കുടിയിലേ ഉള്ളൂ. ആരെ കാണാനാടാ ഏറ്റുകൊണ്ട് വെക്കണേ? പോടാ. അല്ല, അച്ഛൻ ഇന്ന് തന്നെ വരുമെന്നല്ലേ കത്തിലുള്ള? വന്നിട്ട് വല്ല അത്യാവശ്യം വല്ലതും ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഇവിടെ പല വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ. അച്ഛൻ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ടാ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. എന്തൊരാളുകളാ ഭഗവാനാ ഇത്. ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു എന്ന് കേട്ടാ ഉടനെ കാത്തു കെട്ടി കിടന്നോളൂ. നാണമില്ലല്ലോ ഈശ്വര. ദുബായിൽ നിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനും പറ്റി കൂടിയത്. എന്താ അല്ല, ഇവിടെ പറഞ്ഞ അപ്പോഴേ അച്യുതൻ വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ പാർവതി നീ പറയണത്? ആയിരക്കണക്കിന് മൈൽ അകലെ അവൻ വരണത്. അവൻ വരുമ്പോ നമ്മളാരും ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ അവൻ എന്താ വിചാരിക്കുക? ഏടേ വിശ്വ, ഈ അച്യുതൻ എത്ര നാളത്തെ ലീവ് ഉണ്ടേ? അത് പിന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട്. നീ വീട്ടിൽ പോടാ. അങ്ങോട്ട് വീട്ടിലോട്ട് വരുമല്ലോ. പോട്ടടേ. അല്ല, എവിടെ ചെന്നാലും എനിക്കിട്ടൊരു വേല.